റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള ബാനറും സെൽഫി പോയിന്റും സ്ഥാപിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രചാരണ പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. കേരളത്തിലെ ഭാരത് അരി വിതരണത്തിനെതിരെ കേന്ദ്രത്തെ സമീപിച്ചിട്ടുണ്ടെന്ന് ഭക്ഷ്യമന്ത്രി GR അനിലും സഭയെ അറിയിച്ചു. സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള ബാനറും തെരഞ്ഞെടുക്കപ്പെടുന്ന 550 കടകളിൽ സെൽഫി പോയിന്റും സ്ഥാപിക്കണമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കേന്ദ്ര നിർദ്ദേശം രാഷ്ട്രീയ മുതലെടുപ്പ് ലക്ഷ്യം വെച്ചെന്ന് വിമർശിച്ച മുഖ്യമന്ത്രി ബാനറും സെൽഫി പോയിന്റും സ്ഥാപിക്കില്ലെന്ന് വ്യക്തമാക്കി. ഇതേവരെ ഇല്ലാത്ത ഒരു പുതിയ പ്രചരണ പരിപാടിയാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളതാണ്. ഈ കാര്യം കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ തന്നെ ഇത് ശരിയല്ല എന്നറിയിക്കും. ഇതിവിടെ നടപ്പാക്കാൻ വിഷമമാണെന്നും അറിയിക്കും. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇത് അറിയിക്കാൻ പറ്റില്ല എന്നുള്ളതും പരിശോധിക്കും. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ട ഭക്ഷ്യധാന്യ വിതരണം രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് അംഗീകരിക്കില്ലെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. സർ, പ്രധാനമന്ത്രിയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ള ഫ്ലെക്സ് ബാനറുകൾ സംസ്ഥാനത്തെ 14,000-ലധികം കടകളിൽ സ്ഥാപിച്ച് റിപ്പോർട്ട് നൽകാൻ FCIയെയും സംസ്ഥാന ഭക്ഷ്യവകുപ്പിനെയും കേന്ദ്രം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. NFSA നിയമപ്രകാരം അവകാശപ്പെട്ട ഭക്ഷ്യധാന്യ വിതരണ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഈ വിധത്തിൽ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് സംസ്ഥാന സർക്കാർ ഒരു വിധത്തിലും അംഗീകരിക്കുന്നില്ല. സർ, കേരളത്തിലെ ഭാരത് അരി വിതരണം ഫെഡറൽ തത്വങ്ങൾക്ക് ചേർന്നതല്ല. ഇത് പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.